കണ്ടാലറിയാം നന്നായി പേടിച്ച് കരഞ്ഞു. കണ്ണുകൾ കലങ്ങി, മുഖമൊക്കെ വീർത്ത് ചുവന്ന് തൊടുത്തിരിക്കുകയായിരുന്നു അവളുടെ മുഖം. ധ്രുവ് അവളെ പിടിച്ച് കട്ടിലിരുത്തി അവനൊന്ന് ഫ്രഷായി ഇടാൻ ഡ്രസ്സ് എടുത്തു. അവൻ വാഷ്റൂമിൽ പോകാൻ ഒരുങ്ങിയതും നിവി പേടിയോട് ചോദിച്ചു, എവിടെ പോകുക? വാട്ട്? ഞാൻ കൂടെ വരും. എന്തോ ഒരു നിമിഷം പോലും അവൾക്ക് ഒറ്റയ്ക്കിരിക്കാൻ തോന്നിയില്ല. അത്രമേൽ ഭയം അവളെ കീഴടക്കുകയായിരുന്നു. ആർ യു ഷുവർ? നിവേദ്യ, ഞാൻ ഫ്രഷ് ആകാൻ പോകുന്നു. ഡു യു കം വിത്ത് മീ? നിവി അവൻ നിസ്സേദയോടെ നോക്കി. ഫ്രഷ് ആകണ്ട, ഞാൻ ഒറ്റയ്ക്കാവും, എനിക്ക് പേടിയാ, നിവി തലകുനിച്ച് പറഞ്ഞു. ധ്രുവ് അവളുടെ അവസ്ഥ മനസ്സിലാക്കിയത് കൊണ്ട് അവനെടുത്ത ഡ്രസ്സ് മേശപ്പുറത്ത് വെച്ചു. ഓക്കെ, മോൻ കഴിക്കുക, ഫുഡ് കഴിക്കാം. നിവേദ്യ പോകാതെ മടിച്ചു നിന്നു. ഇനി എന്താ? അത് വരുമോ? ധ്രുവ് അവൾക്കൊപ്പം വാതിലിനടുത്ത് ചെന്ന് നിന്നു. കഥ കടയ്ക്കാതെ തന്നെ അവൾ മുഖമൊന്ന് കഴുകി. ധ്രുവ് നിവിയും താഴേക്ക് പോയി. ശ്രീദേവിയമ്മ നോക്കുകയായിരുന്നു അവളെ. അവൾ അവരെ വീഴ്ച നോക്കി. എന്താ മോനെ, ഈ കുട്ടിയുടെ മുഖമെല്ലാം വാടിയിരിക്കുന്നേ? ഒന്നുമില്ല ദേവിയമ്മ, ആൾക്ക് തലവേദനയാ. നിവി അവരെ തന്നെ വീഴ്ച നോക്കിയിരിക്കുവാണ്. അവൾ മടിച്ചു ചോദിച്ചു, എന്താ കുഞ്ഞ്, എന്തെങ്കിലും വേണോ? നിവേദ യാന്ത്രികമായി അവരോട് ചോദിച്ചു. ഇവിടെ ഉണ്ടായിരുന്നല്ലേ? അവർ മനസ്സിലാകാത്ത പോലെ നോക്കി. നിവേദ്യ, അവൻ്റെ ശ്വാസ രൂപത്തിലെ വിളി കേട്ട് അവൾ ഞെട്ടി വേഗം തലകുനിച്ചിരുന്നു. ദേവിയമ്മ ഇവിടെ ഉണ്ടെന്നറിഞ്ഞില്ല, അതിൻ്റെ ഷോക്കാ. ഇരുട്ടത്ത് ഒറ്റയ്ക്കുള്ളെന്ന് പറഞ്ഞിരിക്കുമായിരുന്ന ആള് കുട്ടി ഇറങ്ങുവാണെന്ന് കരുതി വിളിക്കാഞ്ഞ നിവിയുടെ ആത്മ. എന്നിട്ടാണ് മഹാദേവ ഞാൻ ആരില്ലെന്ന് കരുതി ഇത്രയും കരഞ്ഞത്. എന്നോട് ചതി വേണ്ടായിരുന്നില്ല. വേറെ എന്തോ ഓർത്ത് നിവി എന്തൊക്കെയോ നുള്ളിപ്പരക്കി തിന്നുന്നത് കണ്ട് ധ്രുവ് വീണ്ടും ശാസ്ത്ര രൂപത്തിൽ വിളിച്ചു. നിവേദ്യ. അവൾ വേഗം കഴിക്കാൻ തുടങ്ങി. അവൾക്ക് മനസ്സിലായി അവൾ കുത്തിപ്പറിക്കുന്ന കണ്ടുകൊണ്ട് ആ വിളിയെന്ന്. നിവേദ്യ, വേഗാകട്ടെ, ഫുഡ് മുഴുവൻ ഫിനിഷ് ചെയ്യണം. അവൾ നിസ്സേദയോടെ അവനെ നോക്കി. അവനൊന്ന് കലിപ്പിച്ചു നോക്കിയതും നിവി വേഗം പ്ലേറ്റിലുള്ളതെല്ലാം കൂടി വായിൽ കുത്തി കയറ്റി. എന്നിട്ട് പ്ലേറ്റ് കൊണ്ട് അടുക്കളയിലേക്ക് ഓടി. ശ്രീദേവി ഇതെന്താ കഥ എന്നുള്ള രീതിയിൽ നോക്കുന്നുണ്ട്. മഹിയുടെയും മാധുരിയുടെയും കല്യാണ ഡേറ്റ് എടുത്തു. മഹിക്കാകെ വീർപ്പുമുട്ടിലായിരുന്നു. നിവേദിയുടെ മുഖം അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിന്നു. പക്ഷേ കല്യാണ ഡേറ്റ് 2 മാസം കഴിഞ്ഞേ ഉള്ളൂ. അങ്ങനെ ആ തീയതി തന്നെ എടുത്തു. ആ 2 മാസം കൊണ്ട് ആതിരയുടെ അനിയത്തി വേദികയുടെ കല്യാണം ഉറപ്പിക്കാനാണ് തീരുമാനം. നിശ്ചയിച്ച ചെറുക്കൻ ആ കല്യാണം വേണ്ടെന്ന് പറഞ്ഞു. നിശ്ചയത്തിന് അന്ന് തന്നെ ആക്സിഡൻ്റ് ആയതുകൊണ്ട് അവൾക്ക് എന്തോ ദോഷമുണ്ടെന്ന് അവർ പറഞ്ഞത്. വൈഷ്ണവ് തിരിച്ച് ജോലിക്കായി പോയി. അവൻ എന്തോ അവിടെ നിൽക്കുമ്പോൾ ആകെ വീർപ്പുമുട്ടൽ പോലെയായിരുന്നു. നിവിയെ കാണാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ അവളുടെ അടുത്ത് ചെന്ന് നിൽക്കാനുള്ള ധൈര്യമില്ല. ധ്രുവ് കഴിച്ചു തീർന്നിട്ട് പോകാമെന്ന് പറഞ്ഞ് നിവി സോഫയിൽ തന്നെ ഇരുന്നു. ധ്രുവ് കഴിച്ചു കഴിഞ്ഞതും അവൻ പ്ലേറ്റ് കൊണ്ടുവച്ച് മുകളിലേക്ക് പോകാൻ ഒരുങ്ങി. നിവി അവനൊപ്പം പോകാൻ ഒരുങ്ങിയതും അവനൊന്ന് നിന്നു. നിവേദ്യ, താനിവിടെ ഇരുന്നോളൂ, ഞാൻ ഫ്രഷായിട്ട് താഴെ ഇറങ്ങി വരാം. അവളൊന്ന് നിസ്സഹായതയോടെ അവനെ നോക്കി. ദേവിയമ്മ അവിടെ ഉണ്ടല്ലോ, താനിവിടെ ഇരിക്കും. അവൾ ദേവിയമ്മ ഒന്ന് നോക്കി. അവർ നിറഞ്ഞ പുഞ്ചിരി സമ്മാനിച്ച അവൾക്ക് നിവി ചിരിച്ചുകൊണ്ട് സോഫയിലിരുന്നു. അവൻ കയറിപ്പോയതും ദേവിയും അവളുടെ അടുത്തേക്ക് വന്നു നിന്നു. മോളുടെ പേരെന്താ? നിവേദ്യ, അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. കല്യാണം പെട്ടെന്നായിരുന്നല്ലേ, ഞാനിന്ന് പ്രിയക്കുഞ്ഞ് വിളിച്ചപ്പോഴറിഞ്ഞത്. നിവേദ്യ അതിനൊരു പുഞ്ചിരി മാത്രം നൽകി. ഞാനിവിടെ വന്നിട്ട് കുറേയായി. ധ്രുവക്കുഞ്ഞിന് 5 വയസ്സുള്ളപ്പോൾ വന്നതാ. ദക്ഷിമോൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിവേദന ചിരിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. കാർത്തികമോളൊന്നും അറിഞ്ഞില്ലല്ലേ? അറിയുമ്പോൾ ഇനിയൊരു വരവുണ്ടാകും, അതിന് എങ്ങനെ തളക്കാൻ സാധിക്കുമോ? ആരെ? കാർത്തിക? കുഞ്ഞിനോട് പറഞ്ഞിട്ടില്ലേ? ധ്രുവമോനായി കല്യാണം ഉറപ്പിച്ച കൊച്ചാ, ഇവിടുത്തെ മഹാദേവൻ സാറിൻ്റെ അനിയത്തി ദർശനയുടെ മകള്. നിവിക്ക് എന്ത് വല്ലാതെയായി. അപ്പോഴെല്ലാ കുഞ്ഞുമോള് കാണുന്നു കിട്ടുന്നതെല്ലാം നിവിക്ക് അവരുടെ സംസാരത്തിൽ നിന്നും മനസ്സിലായി. നിവിയുടെ കഥയെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. അവർ വീണ്ടും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ധ്രുവ് ഫ്രഷായി വന്നു. ധ്രുവ് അവളൊന്ന് സൂക്ഷിച്ചു നോക്കി. അവളുടെ മുഖം എന്തോ സങ്കടത്തിൽ വേഗം പോയതുപോലെ അവന് തോന്നി. അവൾ തലകുനിച്ചു. ദേവമ്മ കിടന്നോളൂ, ഞങ്ങളും കിടക്കാൻ പോകുക. ധ്രുവ് അവളുടെ അടുത്തേക്ക് വന്നു. പറഞ്ഞു കേട്ടില്ലേ? അവൾ മനസ്സിലാകാതെ അവനെ നോക്കി. ഡി, അതൊരലർച്ചയായിരുന്നു. നിവിയൊന്ന് പേടിച്ചെണീറ്റു. എൻ്റെ പൊന്നു കൊച്ചേ, നീ കിടക്കാൻ വരുന്നില്ലേ? അവൾ വരവന്ന് തലയാട്ടി. ഇതിന് വായിക്കകത്ത് വല്ല പൂച്ചയും പെറ്റി കിടക്കുന്നുണ്ടോ? അവൻ ആരോടൊന്നില്ലാതെ പറഞ്ഞുകൊണ്ട് അവളുടെ കൈയും പിടിച്ച് മുകളിലേക്ക് പോയി. പതിവ് പോലെ അവൻ അങ്ങേയറ്റത്തും അവൾ ഇങ്ങേയറ്റത്തുമായി കിടന്നു.
ധ്രുവ് കിടന്നിട്ട് എന്തോ ആലോചിച്ചതുപോലെ എഴുന്നേറ്റു. അതറിഞ്ഞ് നിവിയും എഴുന്നേറ്റു. എന്താ? അത് പിന്നെ എൻ്റെ പൊന്നു കൊച്ചേ, ഞാനെങ്ങും പോണില്ല. ഒരു മെയിലൊന്ന് അയച്ചോട്ടെ. ദേ ആ കസേരയിലാണ് ഇരിക്കുന്നേ. നീ ഒന്ന് പേടിക്കാതെ കിടന്നുറങ്ങു. നിവി അവൻ്റെ അലർച്ച കേട്ടുകൊണ്ട് വേഗം കട്ടിൽ കിടന്നു. ഇനി പിടിച്ച് തിന്നാലോ? പറയാൻ പറ്റില്ലല്ലോ. ധ്രുവൊന്ന് ദീർഘനിശ്വാസം ഇട്ടുകൊണ്ട് കസേരയിൽ പോയിരുന്നു. നിവിക്ക് തിരിഞ്ഞും മറിഞ്ഞു കിടക്കുന്ന കണ്ട് ഉറക്കം വന്നില്ല. പിന്നെ എപ്പോഴും ഉറങ്ങിപ്പോയി. അവൾ ഉറങ്ങി എന്നറിഞ്ഞപ്പോഴേക്കും ധ്രുവ് അവളെ നേരെ പുതപ്പിച്ചു. അപ്പോഴേക്കും അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. മാഹിയാകെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ക്ഷീണിച്ചു അവസ്ഥയിലായി. ആരോടാണ് ദേഷ്യം തീർക്കേണ്ടതെന്നറിയില്ല. എൻ്റെ പെണ്ണിനെ പിച്ച് ചീന്തിയ സ്വന്തം ചേട്ടനോടാണോ എന്നവൻ ഓർത്തു. ആരോടെങ്കിലും പറഞ്ഞ സമൂഹം അവളെ തന്നെ കുറ്റം പറയില്ലേ? അവൾ ചെയ്തത് ആദ്യമായി അവന് ശരിയാണെന്ന് തോന്നി. നടന്നത് അവൾ മറച്ചു വെച്ച സത്യമാണ്. പക്ഷേ അവൾ ഒരിക്കലും തന്നെ ചതിച്ചതല്ല. മറിച്ച് ആരെയിലാണോ കളങ്കം നേരിട്ടത് അവൻ്റെ താലി തന്നെ ചുമന്നു. അതെല്ലാം സഹിച്ചു. ഇതിനേക്കാൾ അസഹ്യമായി എന്ത് വേദനയാണ് ആ പാവം പെണ്ണിന് കിട്ടേണ്ടത്? മാനസികമായും ശാരീരികമായും അവൾ വേദന കൊണ്ട് അനുഭവിച്ചു കഴിഞ്ഞു. പഴയതിനേക്കാൾ ശക്തമായി. ഇന്ന് നീ എൻ്റെ മനസ്സിൽ തിരിച്ചു കയറിയിരിക്കുകയാണ് നിവേദ്യ. ഇല്ല വേദു, ഇനി നിന്നെ മറക്കാൻ എനിക്കാകില്ല. സ്വന്തം പെണ്ണിൻ്റെ മാനം കാക്കാൻ സാധിക്കാത്തവനാണ് ഞാൻ. നിന്റെ നഷ്ടം തന്നെയാണ് എനിക്ക് കിട്ടാനുള്ള ഏറ്റവും വലിയ ശിക്ഷ. അവൻ്റെ മേലൊരു കുറ്റവുമില്ലെങ്കിലും സ്വയം അവൻ കുറ്റം തൻ്റേതാണെന്ന് മനസ്സിനെ പഠിപ്പിച്ചു. രാവിലെ ഉറക്കം എഴുന്നേറ്റപ്പോൾ തന്നെ നിവി അടുത്ത് കിടന്ന ധ്രുവിനെ കണ്ടില്ല. അവൾ വേഗം ഞെട്ടി എഴുന്നേറ്റു. റൂം മുഴുവൻ നോക്കി. എവിടെയാള്? എങ്ങുമില്ല. സമയം 6 മണിയായിട്ടേ ഉള്ളൂ. അവൻ വാഷ്റൂമിൻ്റെ ഡോർ തുറന്നിറങ്ങുന്നത് കണ്ടതും അവൾ അങ്ങോട്ടേക്ക് നോക്കി. റെഡ് ഷോർട്ട്സ് ഇട്ട് വൈറ്റ് ബനിയിട്ടാണ് ഇറങ്ങി വരുന്നത്. കുളിച്ചിട്ടൊന്നുമില്ലെന്ന് അവൾക്ക് തോന്നി. എണീറ്റോ? ഇന്നെന്താ നേരത്തെ? അതും വിളിച്ചോടത്തിന് മുന്നേ. നിവി ഒന്ന് വിളറിയ ചിരിച്ചു. താൻ പോയി ബ്രഷ് ഇട്ടതേ, ആ ഡ്രസ്സ് ഇട്ട് വാ. അവൻ മേശപ്പുറത്ത് ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു. നിവി അങ്ങോട്ട് നോക്കി. പിന്നെ കുളിക്കാൻ നിൽക്കണ്ട, വന്നിട്ട് എന്തായാലും കുളിക്കാനുള്ളതാ. അവൾ അവനെ അന്തം വിട്ട് നോക്കി നിന്നു. ഡീം! അവൻ്റെ അലർച്ച കേട്ടു. അവളും ഞെട്ടി വേഗം എഴുന്നേറ്റു. ആ തുണിയും കൊണ്ട് വാഷ്റൂമിൽ ഓടി. പക്ഷെ 5 മിനിറ്റ് കഴിഞ്ഞു അവൾ ഡോർ തുറന്ന് തല പുറത്തിട്ടു. അത് ധ്രുവ് ചിരി കടിച്ചു പിടിച്ച് തന്നെ തിരിഞ്ഞു നോക്കാൻ നിന്നു. ധ്രുവ് അപ്പോഴും തിരിഞ്ഞു തന്നെ നിന്നു. അത് പിന്നെ ധ്രുവ് അവളെ തിരിഞ്ഞു നോക്കി. എന്താടി? ഇതെൻ്റെ അല്ല, ഡ്രസ്സ് മാറിപ്പോയെന്ന് തോന്നി. ഡിം, മര്യാദയ്ക്ക് ഇട്ടോട്ട് ഇറങ്ങി വാടി. അത് കേട്ടതും അവൾ വേഗം കഥ കടിച്ചു. 5 മിനിറ്റ് ആകും മുന്നേ തന്നെ ആൾ ഡ്രസ്സ് മാറി ഇറങ്ങി. ധ്രുവിനെ ചുണ്ട് കൂർപ്പിച്ച് നോക്കുന്നുണ്ട്. അവളെ പിടിച്ച് കട്ടിലിരുത്തി. അവളൊരു പാവയെപ്പോലെ ഇരുന്നു. കവറിലിരുന്ന ഷൂ എടുത്ത് അവൻ അവിടെ കാലിലിട്ട് കൊടുത്തു. അവൾ അവനെ മിഴിച്ചു നോക്കി. എന്താ ചെയ്യുന്നതെന്ന് അറിയില്ലല്ലോ. ചോദിച്ചപ്പോൾ അലറും. അതുകൊണ്ട് മിണ്ടാതിരുന്നു. ഇത് ആണുങ്ങളുടെ ടീഷർട്ടും പാൻറ്റും അല്ല, ഇത് പെണ്ണുങ്ങളുടേതാണ്, കേട്ടല്ലോ. നിവി വിലറിയൊന്ന് അവനെ നോക്കി. അവൻ തന്നെ ഒരു ബണ്ണും എടുത്ത് അവളുടെ മുടി കെട്ടിവെച്ച് കൊടുത്തു. പോകാം. നിവി അന്തളിച്ച് നിൽക്കുവാണ്. ഡീം! നിവി അവനൊന്ന് നോക്കി. നമ്മൾ പോകുന്ന ജോഗിനാണ്. ഞാനോ? അവൾ വേഗം ഞെട്ടി ചോദിച്ചു. ആനയല്ല, ആമ. അവൾ അവനൊന്ന് നോക്കി. ഷോർട്സ് ഇട്ടാണ് പോകാൻ നിൽക്കുന്നത്. അത് പിന്നെ ഇത് ഇട്ടുകൊണ്ട് എങ്ങനെയാ? നീ തുണിയല്ല ഇട്ടേക്കുന്നത്. ഞാനില്ല, ഇത് മുട്ടിന് മുകളിൽ വരെ ഉള്ളത്. അവൾ അവൻ്റെ കാലിൽ കൂടി ചൂണ്ടി പറഞ്ഞു. വാട്ട്? ആരെങ്കിലും കാണും? അവൾ തലകുനിച്ച് പറഞ്ഞു. ധ്രുവ് ചിരി കടിച്ചു പിടിച്ചു. എന്നിട്ട് വേഗം കബോർഡിൽ നിന്നും ഒരു പാൻ്റ് എടുത്ത് വാഷ്റൂമിൽ പോയി മാറി. ഇപ്പോൾ ഓക്കെ അല്ലേ? പോയാലോ? പോകാമെന്ന് തലയാട്ടി. താഴേക്ക് വന്നപ്പോൾ ശ്രീദേവി അവിടെ ഉണ്ടായിരുന്നു. ദേവിയമ്മേ, ഞങ്ങൾ ജോഗിന് പോയിട്ട് വരാം കേട്ടോ. ശരി മോനെ. ധ്രുവ് അവളുടെ കൈയും പിടിച്ച് ഗേറ്റ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ധ്രുവ് അവളെ ഒന്ന് നോക്കി. തുടങ്ങിയാലോ? എനിക്ക് ഓടാൻ അവൾക്ക് എന്തോ ചമ്മൽ തോന്നി. നിനക്കവിടെ വയലിലും കുളത്തിലേക്ക് ഓടാൻ അറിയാലോ, പിന്നെ മരത്തിൽ വരഞ്ഞ് കയറാനും അറിയാലോ. അതും കണക്ക് തന്നെയാ. ഇങ്ങോട്ട് ഓടറി. അവൻ കലിപ്പിച്ച് പറയുന്ന കേട്ട് അവൾ ഓടാൻ തുടങ്ങി. ഡീ! അവൻ വീണ്ടും വിളിക്കുന്ന കേട്ട് അവളൊന്ന് തിരിഞ്ഞു നിന്നു. അവനേക്കാളും കുറെ ദൂരത്തിലാണ് അവള്. അവൻ ഇപ്പോഴും നേരത്തെ നിന്ന സ്ഥലത്ത് തന്നെ നിൽപ്പുണ്ട്. ഇത്രയും സ്പീഡിൽ പോകാൻ നിന്റെ ആരെങ്കിലും ചത്തോ? ആദ്യം നടന്നു തുടങ്ങ്, എന്നിട്ട് ഓടാം. അവൻ ഉറക്കെ പറഞ്ഞു. അവളൊന്നും മിണ്ടാതെ അവനെ മുഖം കൂർപ്പിച്ച് നോക്കി. എന്നിട്ട് അവനോടൊപ്പം നടക്കാൻ തുടങ്ങി. പതിയെ നടത്താൻ സ്പീഡിലായി. പിന്നെ ചെറുതായി ഒന്ന് ഓടിത്തുടങ്ങി. അവൾ അവനൊപ്പം ചലിച്ചുകൊണ്ടിരുന്നു. ആദ്യമായിട്ടാണ് അവളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ. അവൻ അവളെ തന്നെ നോക്കുകയായിരുന്നു.
അവൾ ചുറ്റും നോക്കുന്നുണ്ട്. ആരെങ്കിലും നോക്കുമ്പോൾ വേഗം മുഖം കുനിക്കും. വഴിയിൽ വേറെയും കുറേ പേർ ഓടുന്നുണ്ട്. ഹേയ് ദക്ഷ്, ആരോ പുറകിൽ നിന്ന് വിളിച്ചതും അവർ തിരിഞ്ഞു നോക്കി. ഒരു ജിമ്മൻ ബോഡിയുള്ള ചെറുക്കനും ഒരു 6 വയസ്സായ കുഞ്ഞും. ധ്രുവ് അവനൊന്ന് ഹഗ് ചെയ്തു. ധ്രുവ് നിവിയെ നോക്കി പറഞ്ഞു, നിവി, ഇറ്റ്സ് അർജുൻ, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന. നിവി അവനെ നോക്കി പുഞ്ചിരിച്ചു. നിവിയുടെ കണ്ണുകൾ ആ കുഞ്ഞിന് മേലെ ആയിരുന്നു. അർജുൻ, ഇറ്റ്സ് മൈ വൈഫ് നിവേദ്യ. അർജുൻ ഇതപ്പോൾ എന്ന രീതിയിൽ അവനെ നോക്കി. എല്ലാം പെട്ടെന്നായിരുന്നു. ഓഹോ, അതാണല്ലോ മോനെ 2 ദിവസം കാഞ്ഞത്. അർജുനും ധ്രുവും എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ട് തന്നെ മുന്നോട്ട് നടന്നു. നിവി ആ കുഞ്ഞിനൊപ്പം അവർക്ക് പുറകെ പോയി. മോളുടെ പേരെന്താ? ആമി. ഓഹോ, ആമി എന്നും വരുമോ? അച്ഛനെന്നും കൊണ്ടുവരും. അമ്മയോ? അമ്മ ദൈവത്തിൻ്റെ അടുത്ത് പോയി. ആ കുഞ്ഞിൻ്റെ മുഖം ഒന്ന് വാടി. നിവിക്ക് അവളുടെ കുട്ടിക്കാലം വേഗം ഓർമ്മ വന്നു. അവൾക്ക് ആ കുഞ്ഞിനോടൊരു വാത്സല്യം തോന്നി. ആ കുഞ്ഞി കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. നിവി ഒന്ന് നിന്നു. എന്നിട്ട് ആ കുഞ്ഞിൻ്റെ അടുത്ത് മുട്ടുകൊത്തിരുന്നു. ആമി, ഞാൻ ഒരു കാര്യം പറയട്ടെ. ആൻറ്റിക്ക് അമ്മയില്ല. കുഞ്ഞിന് മുതലേ ആമിയെപ്പോലെ അച്ഛനേ ഉള്ളൂ. ആമി അമ്മയെ ഓർമ്മ വരുമ്പോൾ ആൻറ്റി വിളിച്ചാൽ മതി. ആൻറ്റി ഇങ്ങനെ മുറുക്കി കെട്ടിപ്പിടിക്കുക, കേട്ടോ? നിവി അവളെ മുറുകി കെട്ടിപ്പിടിച്ചു. ധ്രുവ് അർജുനും പുറകിൽ അവരെ കാണാത്ത കൊണ്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് കണ്ടത് ആമിയെ നിവി കെട്ടിപ്പിടിച്ചിരിക്കുന്നത്. നിവി എഴുന്നേറ്റ് കുഞ്ഞിപ്പെണ്ണിൻ്റെ കയ്യിൽ പിടിച്ചു മുന്നോട്ട് നടന്നു. കൂട്ടത്തിൽ എന്തൊക്കെയോ പറഞ്ഞ് രണ്ടാളും ചിരിക്കുന്നുണ്ട്. ധ്രുവ് നോക്കുകയായിരുന്നു. നിറഞ്ഞ മനസ്സോട് ചിരിക്കുന്ന നിവിയെ. അർജുന് നോക്കുമായിരുന്ന ആമിയെ. അവനോടെന്നല്ലാതെ അവൾ മറ്റാരോടും ഇത്രയും അടുപ്പത്തിൽ മിണ്ടാറില്ല. രണ്ടാളും കാര്യം പറഞ്ഞ് ധ്രുവിനെയും അർജുനെയും മറികടന്ന് പോയി. ധ്രുവും അർജുനും പരസ്പരം ഒന്ന് ചിരിച്ച് അവരുടെ പുറകെ നടന്നു. പക്ഷെ ആമിയുടെ മനസ്സിൽ നിവി അവളുടെ അമ്മയുടെ സ്ഥാനത്തെത്തിയിരുന്നു. ജോഗിങ് പോകുന്നവരെല്ലാം നിവിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പുതിയതായി കാണുന്ന കൊണ്ട് തന്നെ. പിന്നെ പുറകെ ധ്രുവിനെയും അർജുനെയും കണ്ടപ്പോൾ അവർക്കൊപ്പം ജോലി ചെയ്യുന്നാകുമെന്ന് ചിലവർ അടക്കം പറഞ്ഞു. 4 പേരും തിരിച്ചെത്തി. ധ്രുവ് ഗേറ്റിനടുത്തെത്തി. എങ്കിൽ ശരി അർജുൻ, ഞങ്ങൾ പോട്ടെ. ഓകടാ, നീ പൊക്കോ, ഓഫീസിൽ കാണാം. ആമി നിറഞ്ഞ പുഞ്ചിരിയുടെ നിവിക്ക് ടാറ്റ പറഞ്ഞു പോയി. ശ്രീദേവി അമ്മ അവരെ പ്രതീക്ഷ എന്ന പോലെ ഹാളിലുണ്ടായിരുന്നു. ദേവിയമ്മേ, ഫ്രഷായി വന്നിട്ട് കോഫി കുടിക്കാം, കേട്ടോ? നിങ്ങൾ ഫ്രഷായി വാ. ധ്രുവ ആദ്യം ഫ്രഷായി, പിന്നെ നിവി. രണ്ടാളും താഴേക്ക് വന്നു. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായിരുന്നു. രണ്ടാളും അപ്പം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു. നിവി, ഞാൻ ജോലിക്ക് പോകും. താൻ ദേവിക്കൊപ്പം ഇവിടെ നിന്നോളൂ. പിന്നെ ഒരു കാര്യം, രാത്രി മുകളിലേക്ക് ഒറ്റയ്ക്ക് പോകണ്ട. ദേവിക്കൊപ്പം താഴെ ഇരുന്നാൽ മതി. ശരിയെന്ന് തലയാട്ടി. ധ്രുവ് പോയപ്പോൾ നിവി ദേവിയമ്മയെ സഹായിച്ചു. അവർ വേണ്ടെന്ന് പറഞ്ഞിട്ടും നിവി അവരെ സഹായിച്ചു. ദേവിയമ്മ അവളോട് ഒരുപാട് വാതോരാതെ സംസാരിച്ചു കൊണ്ടിരുന്നു. പക്ഷെ അവൾ എല്ലാത്തിനും മൂളലുകൾ മാത്രം സമ്മാനിച്ചു. പക്ഷെ അവളോട് ദേവിയമ്മയ്ക്ക് എന്തോ വാത്സല്യം തോന്നി. ആരോ കോളിംഗ് ബെല്ലടിക്കുന്ന കേട്ട് ദേവിയമ്മ നോക്കി. ദേവിയമ്മ കതക് തുറന്ന് നോക്കി. പുറത്തു നിൽക്കുന്ന ആളിനെ കണ്ടും നിവി നെറ്റിച്ചുളിച്ചു.